മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ മീഡിയ സെന്ററിന്റെ പ്രവർത്തനം കുന്നിക്കോട് ആരംഭിച്ചു. കുന്നിക്കോട് എക്സൈസ് ഓഫീസിന് എതിർവശത്തായിട്ടാണ് മീഡിയ സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. ഒരു മീഡിയ കേന്ദ്രമായി നിൽക്കാനും കഴിയുന്നു എന്ന് പറയുമ്പോൾ നാടിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം മീഡിയ എന്ന് പറയുന്നത് നാടിന്റെ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യം. അപ്പൊ അതൊരു കേന്ദ്രമായി കുന്നിക്കോട് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ പത്തനാപുരം മണ്ഡലത്തെ തന്നെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ എല്ലായിടത്തേക്കും നമുക്ക് ഒരു കേന്ദ്രം പോലെയാണ് യഥാർത്ഥത്തിൽ. പത്തനാപുരം പോയാലും പുല്ലു പോകാനായാലും കൊട്ടാരക്കര ആയാലും പട്ടാഴി ആയാലും ഇതെല്ലാം ഏകദേശം തുല്യ ദൂരമാണ്. അപ്പൊ ഒരു സെന്ററാണ് യഥാർത്ഥത്തിൽ ഇവിടെ. അപ്പോ സെന്റർ കേന്ദ്രീകരിച്ച് ആ ഒരു പ്രവർത്തനം നടത്തുമ്പോൾ മീഡിയ പ്രവർത്തകർക്കും എളുപ്പമാണ്, ആളുകൾക്കും വന്നു പോകാൻ എളുപ്പമാണ്. അത് മാത്രമല്ല, ഇപ്പൊ ഒരു മീഡിയ സെന്ററായിട്ട് ഇത് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ കുന്നിക്കോട് പോലീസ് സ്റ്റേഷനോട് ചേർന്ന്, പോലീസ് സ്റ്റേഷൻ നമ്മുടെ പഞ്ചായത്ത് ഓഫീസിന്റെ സ്ഥലമാണ് ഇതെല്ലാം, വിളക്കുടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ സ്ഥലമാണ്. മീഡിയ സെന്റർ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുമെന്ന് സ്നേഹതീരം ഡയറക്ടർ സിസ്റ്റർ റോസ്ലിൻ പറഞ്ഞു. കുന്നിക്കോടിന് ഒരു തിലകക്കുറിയായിട്ട് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട മീഡിയ സെന്ററിന് എല്ലാവിധ ആശംസകളും ദൈവാനുഗ്രഹങ്ങളും ഞാൻ ആശംസിക്കുകയാണ്. ഒത്തിരി സന്തോഷം തോന്നി ഈ ഒരു റൂം കണ്ടപ്പോൾ തന്നെ, ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി അനുഭവപ്പെടുകയുണ്ടായി. എല്ലാവർക്കും, ഈ നാടിനും നാട്ടുകാർക്കും ഒക്കെ ഉപകാരപ്രദമായിട്ട് ഇങ്ങനെയൊരു സെന്റർ, തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ വ്യക്തികളെയും ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. നമ്മുടെ ഈ സെന്റർ, ഇവിടെ പ്രവർത്തിക്കുന്ന ഈ സെന്റർ മറ്റുള്ളവർക്ക് എപ്പോഴും ഒരു ആശ്വാസമായിട്ട് മാറട്ടെ എന്ന് കൂടി ഞാൻ ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. ചടങ്ങിൽ കുന്നിക്കോട് പ്രദേശത്തെ വാർത്തകൾ അറിയാനായി കുന്നിക്കോട് വാർത്ത എന്ന പേരിൽ പുതിയ ചാനൽ പ്രവർത്തനം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കുന്നിക്കോട്.